ഗുഡ് മോർണിംഗ്. വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. ആഗോളതലത്തിൽ അനിശ്ചിതാവസ്ഥകൾ നിലനിൽക്കുമ്പോഴും വിദേശ നിക്ഷേപകരുടെ തിരിച്ചുവരവ് ആഭ്യന്തര വിപണിക്ക് കരുത്ത് പകർന്നിരിക്കുകയാണ്. തുടർച്ചയായ 5 ദിവസങ്ങളും നേട്ടം രേഖപ്പെടുത്തിയാണ് വിപണി വ്യാപാരം അവസാനിപ്പിച്ചത്. 2021 ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും മികച്ച പ്രതിവാര കുതിപ്പ് രേഖപ്പെടുത്തിയതോടെ നിഫ്റ്റി 4% മുകളിലാണ് നേട്ടം നൽകിയത്. പ്രധാന നിരക്കുകളിൽ തൽസ്ഥിതി തുടർന്നിട്ടും ഫെഡറൽ റിസർവ് ഈ വർഷം 2 നിരക്ക് കുറയ്ക്കൽ സാധ്യത കൽപ്പിച്ചത് ആഗോള വിപണികൾക്ക് ആശ്വാസം നൽകിയപ്പോൾ അതിന്റെ റിഫ്ലക്ഷൻസ് ദലാൽ സ്ട്രീറ്റിലും പ്രതിഫലിച്ചു. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ മുഴുവൻ സൂചികകളും പച്ച തൊട്ടു എന്ന് മാത്രമല്ല, മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നിഫ്റ്റിക്ക് പിന്നാലെ ബാങ്ക് നിഫ്റ്റി 5.27% കുതിപ്പാണ് നടത്തിയത്. സൂചികകളിൽ 7.5% മുന്നേറ്റം നടത്തിയത് മീഡിയ റിയൽറ്റി സൂചികകളാണ്. 7.16% നേട്ടം ഹെൽത്ത് കെയർ മേഖല നൽകിയപ്പോൾ ഫാർമ, എനർജി മേഖലകളും 6% കൂടുതൽ തിളങ്ങി. കഴിഞ്ഞ വാരം ഏറ്റവും അധികം സമ്മർദ്ദം നേരിട്ട IT സൂചിക ഇത്തവണ 1.5% തിരിച്ചുവരവാണ് നടത്തിയത്. 7% മുന്നേറ്റമാണ് BSE മിഡ് സ്മോൾ ക്യാപ് സൂചികകൾ നടത്തിയത്. അനുകൂലമായ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനങ്ങളും ഇക്കണോമിക് ഡാറ്റകളുമായിരുന്നു പോയ വാരത്തിൽ അമേരിക്കൻ സൂചികകളെ നയിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ പോസ് മോഡിൽ നയപ്രഖ്യാപനം നടത്തിയ ഫെഡറൽ റിസർവ് താരിഫ് നയങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ വളർച്ചാ അനുമാനം കുറയ്ക്കുകയും ഇൻഫ്ലേഷണറി പ്രഷർ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പ്രതിവാര അടിസ്ഥാനത്തിൽ സൂചികകളുടെ പ്രകടനത്തിലേക്ക് വരുമ്പോൾ ഡൗ ജോൺസ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. നേട്ടം 1.2%. നാസ്ഡാക്ക് 100ലേക്ക് വരുമ്പോൾ 0.25% നേട്ടം റിപ്പോർട്ട് ചെയ്തപ്പോൾ S&P 500 0.51% കുതിപ്പാണ് രേഖപ്പെടുത്തിയത്. അമേരിക്കയുടെ 2025 സാമ്പത്തിക വർഷത്തിലെ ഫസ്റ്റ് ക്വാർട്ടർ എൻഡിങ്ങിലേക്കാണ് US കടക്കുന്നത്. മാർച്ച് 24-ന് S&P ഗ്ലോബൽ പബ്ലിഷ് ചെയ്യുന്ന നിർമ്മാണ സർവീസ് കോമ്പസൈറ്റ് PMI കണക്കുകളാണ് US സൂചികകൾ റിയാക്ട് ചെയ്യുന്ന ആദ്യ ഡാറ്റകളിൽ ഒന്ന്. 50-ന് മുകളിൽ 3 PMIകളും വളർച്ച നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാർച്ച് 25-ന് വരുന്ന ന്യൂ ഹോം സെയിൽസ് ഡേറ്റകളോടെ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ പൂർണ്ണ ചിത്രം നിക്ഷേപകർക്ക് വ്യക്തമാകും. അന്ന് തന്നെ വരുന്ന CB കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റയും വിപണി ശ്രദ്ധ പിടിച്ചുപറ്റിയേക്കാം. നെഗറ്റീവ് ബിസിനസ് സെന്റിമെന്റും മാന്ദ്യഭീതിയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഡാറ്റ അനലിസ്റ്റുകൾ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. മാർച്ച് 26-ന് ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ, കോർ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ എന്നിവ കൂടി വരുന്നതോടെ യുഎസിന്റെ നിർമ്മാണ മേഖലയുടെ കരുത്ത് വിലയിരുത്താൻ നിക്ഷേപകർക്ക് സാധിക്കും. മാർച്ച് 27-ന് 2024-ലെ 4ാം പാദ GDP അനുമാനങ്ങൾ പ്രസിദ്ധീകരിക്കും. 2.3% ഡിസംബർ ക്വാർട്ടറിലെ GDP വളർച്ചയായി പ്രതീക്ഷിക്കുന്നത്. അന്നേ ദിവസം തന്നെ പതിവ് പോലെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റകളും എത്തും. തുടർന്ന് മാർച്ച് 28-ന് ഫെബ്രുവരിയിലെ PCE, കോർ PCE ഡാറ്റകളും പബ്ലിഷ് ചെയ്യും. പലിശ നിരക്ക് നിർണ്ണയിക്കുന്നതിന് ഫെഡ് ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററാണിത്. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റകളും കാര്യമായി US സൂചികകളെ സ്വാധീനിക്കും. യൂറോ സോണിലേക്ക് വരുമ്പോൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ധനനയ യോഗ തീരുമാനങ്ങളായിരുന്നു പ്രധാനമായും സൂചികകളെ സ്വാധീനിച്ചത്. ഒപ്പം പ്രതിരോധ മേഖലയിലേക്ക് കൂടുതൽ പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടായെങ്കിലും സൂചികകളിൽ കാര്യമായ ചലനം സൃഷ്ടിച്ചില്ല. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഡാക്സ് 0.41% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ CAC 40 0.15% നേരിയ ഇടിവാണ് റിപ്പോർട്ട് ചെയ്തത്. FTSE 100 0.24% നഷ്ടവും രേഖപ്പെടുത്തി. മാർച്ച് 24-ന് ഫ്രാൻസ്, ജർമ്മനി, യൂറോസോൺ, ബ്രിട്ടൻ എന്നിവയുടെ നിർമ്മാണ സർവീസ് PMI കണക്കുകളും യൂറോസോൺ, ബ്രിട്ടൻ എന്നിവയുടെ കോമ്പസൈറ്റ് PMIയും പ്രസിദ്ധീകരിക്കും. പ്രധാന സാമ്പത്തിക മേഖലകളുടെ പ്രകടനം നിരീക്ഷിക്കാൻ ഈ ഡാറ്റകൾ സഹായിക്കും. മാർച്ച് 26-ന് ബ്രിട്ടന്റെ CPI, PPI ഡാറ്റകളും അറിയാൻ സാധിക്കും. ഉൽപാദകരുടെയും കൺസ്യൂമേഴ്സിന്റെയും സൈഡിൽ നിന്നുള്ള പണപ്പെരുപ്പത്തിന്റെ തോതറിയാൻ ഈ ഡാറ്റകൾ സഹായിക്കും. മാർച്ച് 28-ന് ബ്രിട്ടന്റെ റീറ്റെയിൽ, കോർ റീറ്റെയിൽ സെയിൽസ് ഡാറ്റകളും അറിയാൻ സാധിക്കും. ഒപ്പം അന്നേ ദിവസം തന്നെ എത്തുന്ന GDP കണക്കുകളോടെ ബ്രിട്ടീഷ് എക്കണോമിയുടെ സ്ഥിതി വിലയിരുത്താൻ നിക്ഷേപകർക്ക് സാധിക്കും. അന്ന് തന്നെ ഫ്രാൻസിന്റെ CPI ഡാറ്റകളും എത്തുന്നുണ്ട്. ജർമ്മനിയുടെ തൊഴിലില്ലായ്മ ഡാറ്റകൾ കൂടി വരുന്നതോടെ യൂറോപ്പിന്റെ സമീപ ഭാവി വിലയിരുത്താൻ കഴിയും. ഡിമാൻഡ് വർദ്ധിപ്പിക്കാനും അതുവഴി കൺസംഷൻ വർദ്ധിപ്പിക്കാനുമായി കൂടുതൽ സ്റ്റിമുലസ് പാക്കേജുകൾ ചൈനീസ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു.
ഒപ്പം ബാങ്ക് ഓഫ് ജപ്പാൻ പലിശ നിരക്കിൽ തൽസ്ഥിതി തുടർന്നതുമായിരുന്നു പോയ വാരത്തിൽ ഏഷ്യൻ വിപണികളുടെ ഗതിയെ മാറ്റിമറിച്ചത്. മാർച്ച് 23 വന്ന ജപ്പാന്റെ സർവീസ് നിർമ്മാണ ഡാറ്റകളോടായിരിക്കും ഏഷ്യൻ സൂചികകൾ ആദ്യം പ്രതികരിക്കുക. തുടർന്ന് മാർച്ച് 25 ബാങ്ക് ഓഫ് ജപ്പാൻ പ്രസിദ്ധീകരിക്കുന്ന CPI കണക്കുകളും വിപണി ശ്രദ്ധ ആകർഷിക്കും. പലിശ നിരക്കിൽ തൽസ്ഥിതി തുടർന്ന ബാങ്ക് ഓഫ് ജപ്പാന്റെ നടപടിയെ ഡാറ്റയിലൂടെ നിക്ഷേപകർക്ക് വിലയിരുത്താം. കമ്മോഡിറ്റി മാർക്കറ്റിൽ പോയ വാരം നേട്ടമാണ് കാണാൻ കഴിഞ്ഞത്. ബ്രന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 2.1% നേട്ടത്തിൽ ബാരലിന് $71.5 വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WTI ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 1.96% നേട്ടത്തിൽ ബാരലിന് $68.01 എന്ന നിലയിലും വ്യാപാരം അവസാനിപ്പിച്ചു. ഇറാനിയൻ എണ്ണ വാങ്ങിയെന്ന് ആരോപിച്ച് ഒരു ചൈനീസ് റിഫൈനറിയെയും അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെയും ഒരു ടെർമിനൽ ഓപ്പറേറ്ററെയും US ശിക്ഷിച്ചു. ഈ വാർത്തയ്ക്ക് ശേഷം മിഡിൽ ഈസ്റ്റേൺ ബാരലുകളുടെ വിപണി ഘടന ശക്തിപ്പെട്ടതാണ് പോയ വാരം കണ്ടത്. ടെക്നിക്കൽ സൈഡിൽ ബ്രന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $70.92 തുടർന്ന് $69.84 അപ്സൈഡിലേക്ക് വരുമ്പോൾ $72.69 റെസിസ്റ്റൻസ്. ഇത് മറികടക്കാൻ സാധിച്ചാൽ $73.38 റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. ഫിബനാച്ചി റീട്രേസ്മെന്റ് ലെവലുകൾ അനുസരിച്ച് WTI ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $67.91 തുടർന്ന് $67.8 $67.64 സപ്പോർട്ട് പരിഗണിക്കാവുന്നതാണ്. മറുവശത്ത് $68.23 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $68.34 തുടർന്ന് $68.5 ലെവലുകളും റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. സ്വർണ്ണവില പ്രതിവാരാടിസ്ഥാനത്തിൽ 1.3% നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ട്രോയ് ഔൺസിന് $3022.79 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില എക്കാലത്തെയും ഉയർന്ന നിരക്കായ ട്രോയ് ഔൺസിന് $3057.5 പോയ വാരം എത്തിയിരുന്നു. US ഡോളറിന്റെ ദുർബലതയും പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകളും ഈ വിലക്കയറ്റത്തിന് കൂടുതൽ ആക്കം കൂട്ടി. ടെക്നിക്കൽ സൈഡിൽ ഗോൾഡിന്റെ ആദ്യ സപ്പോർട്ട് $3027.4 തുടർന്ന് $3010.5 $3059.4 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $3074.4 റെസിസ്റ്റൻസായും കണക്കാക്കാം. ഇന്ത്യൻ രൂപ പ്രതിവാരാടിസ്ഥാനത്തിൽ ഇടിവാണ് രേഖപ്പെടുത്തിയത്. വാരാന്ത്യത്തിൽ 1.1% ഇടിവിൽ 85.9 എന്ന ലെവലിലാണ് രൂപ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 86 രൂപ 4 പൈസയിലാണ് വരുമാഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത്. തുടർന്ന് 86.5 എന്ന ലെവലും സപ്പോർട്ടായി കണക്കാക്കാം. മറുവശത്ത് 86.1 എന്ന ലെവൽ റെസിസ്റ്റൻസായി പ്രതീക്ഷിക്കാം. 86.07 എന്ന ലെവലും അടുത്ത ഒരു റെസിസ്റ്റൻസ് മേഖലയായി പരിഗണിക്കാവുന്നതാണ്. പോയ വാരത്തിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. മാർച്ച് 21 2025 ഏറ്റവും ഉയർന്ന നെറ്റ് ബൈയിങ് ആയിരുന്നു FIIകൾ രേഖപ്പെടുത്തിയത്. വെള്ളിയാഴ്ച മാത്രം 7470.36 കോടിയുടെ നിക്ഷേപമായിരുന്നു FIIകൾ നടത്തിയത്. ഇതോടെ പോയ വാരം FIIയുടെ ഭാഗത്തു നിന്നും നെറ്റ് ബൈയിങ് ആണ് രേഖപ്പെടുത്തിയത്. വിദേശ നിക്ഷേപകർ 5819.12 കോടിയുടെ അറ്റ വാങ്ങൽ നടത്തിയപ്പോൾ DIIകൾ 433.83 കോടിയുടെ നിക്ഷേപവും നടത്തിയിട്ടുണ്ട്. മാർച്ചിൽ ഇതുവരെ FIIയുടെ ഭാഗത്തു നിന്നും 15412.13 കോടിയുടെ വിൽപ്പനയും DIIയുടെ ഭാഗത്തു നിന്നും 30788.19 കോടിയുടെ നിക്ഷേപവുമായിരുന്നു രേഖപ്പെടുത്തിയത്. നടപ്പ് സാമ്പത്തിക വർഷം ഇതുവരെ 1.57 ലക്ഷം കോടി രൂപയുടെ ഓഹരികളാണ് വിദേശ നിക്ഷേപകർ വിറ്റഴിച്ചത്. അതേസമയം 1.81 ലക്ഷം കോടിയുടെ ഓഹരികളാണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വാങ്ങിയത്. പോയ വാരം മാർച്ച് 17 ഇന്ത്യയുടെ WPI ഇൻഫ്ലേഷൻ കണക്കുകൾ പുറത്തുവന്നു. ഫെബ്രുവരിയിലെ മൊത്തവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം 2.38% ഉയർന്നു. ജനുവരിയിലെ 2.31% നിന്നും നേരിയ കുതിപ്പായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ഫ്യൂവൽ, പവർ എന്നിവയുടെ വിലയിലുണ്ടായ വർധനയും ഉൽപാദന മേഖലയിലെ ഉയർന്ന ചെലവുകളുമായിരുന്നു കുതിപ്പിന് പ്രധാന കാരണമായത്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, ബേസിക് മെറ്റൽസ്, നോൺ മെറ്റാലിക് മിനറൽ പ്രൊഡക്ട്സ്, കെമിക്കൽസ് എന്നിവയുടെ നിർമ്മാണത്തിലുണ്ടായ വില വർധനയോടെ മാനുഫാക്ചർഡ് പ്രോഡക്റ്റ് സൂചിക 0.42% ഉയർന്നു.
WPI ഫുഡ് ഇൻഡെക്സ് ജനുവരിയിലെ 7.47% നിന്നും ഫെബ്രുവരിയിൽ 5.94% കുറഞ്ഞു. ഇത് മൊത്തത്തിലുള്ള പണപ്പെരുപ്പ് വർധനവിനെ ഭാഗികമായി നികത്തി. ഫെബ്രുവരിയിലെ WPIയിലെ പ്രതിമാസ മാറ്റം 0.06%. മാർച്ച് 19 M3 മണി സപ്ലൈ കണക്കുകളും പുറത്തുവന്നു. മാർച്ച് 5 റിപ്പോർട്ട് ചെയ്ത 9.6% നിന്നും മാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയായിരുന്നു M3 മണി സപ്ലൈ ഡാറ്റ എത്തിയത്. വരുന്ന വാരം മാർച്ച് 24 S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI കണക്കുകൾ പ്രഖ്യാപിക്കും. 56.3 ആയിരുന്നു ഫെബ്രുവരിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അന്നേ ദിവസം തന്നെ മാർച്ചിലെ S&P ഗ്ലോബൽ സർവീസ് PMI ഡാറ്റയും എത്തും. ഫെബ്രുവരിയിൽ 59 ആയിരുന്നു സർവീസ് PMI ആയി രേഖപ്പെടുത്തിയത്. മാർച്ച് 28 ബാങ്ക് ലോൺ, ഡെപ്പോസിറ്റ് ഗ്രോത്ത് കണക്കുകളും പുറത്തുവരും. പതിവ് പോലെ തന്നെ ഫോറക്സ് ഡാറ്റ മാർച്ച് 28 റിപ്പോർട്ട് ചെയ്യും. മാർച്ച് 14 അവസാനിച്ച വാരത്തിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $305 മില്യൺ ഉയർന്ന് $654.27 ബില്യൺ എത്തി. RBI നടത്തിയ $10 ബില്യൺ ഫോറക്സ് സ്വാപ്പ് ആയിരുന്നു വിദേശ കരുതൽ ശേഖരത്തിലെ വർധനവിന് കാരണമായത്. ഒരാഴ്ച മുഴുവൻ പോസിറ്റീവ് മൊമെന്റം നിലനിർത്തുന്ന പെർഫോമൻസ് ആയിരുന്നു നിഫ്റ്റി കാഴ്ചവെച്ചത്. 0.5% നേട്ടം രേഖപ്പെടുത്തിയായിരുന്നു വെള്ളിയാഴ്ച സൂചിക വ്യാപാരം അവസാനിപ്പിച്ചത്. വീക്കിലി ചാർട്ടിൽ നിഫ്റ്റി ഒരു എക്സ്ട്രീംലി ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടെന്നും ഇത് സ്ട്രോങ് മൊമെന്റം സിഗ്നൽ ആണെന്നുമാണ് വിദഗ്ധർ പറയുന്നത്. എങ്കിലും ഇത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ സൂചിക നിർണായകമായി 23,500 എന്ന ലെവൽ മറികടക്കേണ്ടതുണ്ട്. അതുവരെ ഒരു റേഞ്ച് ബൗണ്ട് ട്രേഡിംഗിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നും അവർ പറഞ്ഞു വെക്കുന്നു. നിലവിൽ വളരെ പോസിറ്റീവായ ഔട്ട്ലുക്ക് ആണെങ്കിൽ പോലും സൂചിക ഇത്രയും ഉയർന്ന സാഹചര്യത്തിൽ ഹയർ ലെവലുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായേക്കാമെന്നാണ് കോട്ടക് സെക്യൂരിറ്റീസ് അനലിസ്റ്റ് അമോൽ അഥവാല പറയുന്നത്. ഷോർട്ട് ടേമിൽ 23,100 23,000 എന്ന റേഞ്ച് സപ്പോർട്ടായും 23,500 മുതൽ 23,700 റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 23,000 സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ സെന്റിമെന്റ് മാറുമെന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യ വിക്സ് അതിന്റെ ഷോർട്ട് ടേം ലോങ് ടേം ആവറേജസിന്റെ താഴെ നീങ്ങുന്നത് ഒരു ബുള്ളിഷ് സെന്റിമെന്റ് ആണെന്നും അതോടൊപ്പം RSI ബുള്ളിഷ് ടെറിട്ടറിയിൽ ഉള്ളത് സൂചികക്ക് ഇനിയും കരുത്ത് പകരുമെന്നാണ് SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുമാർ പറയുന്നത്. അതുകൊണ്ട് 23,130 മുതൽ 23,100 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായും 23,600 റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാമെന്നും അവർ പറഞ്ഞു വെക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിലും സമാനമായ ബുള്ളിഷ് സെറ്റപ്പാണ് കാണാൻ സാധിക്കുന്നത്. വെള്ളിയാഴ്ച 500 പോയിന്റോളം ഉയർന്ന് 1% നേട്ടവും സൂചിക രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സൂചികയുടെ മേജർ റെസിസ്റ്റൻസ് 50,650 എന്ന ലെവലും സപ്പോർട്ടായി 49,700 പരിഗണിക്കാമെന്നുമാണ് അസെറ്റ് സി മേത്ത ഇൻവെസ്റ്റ്മെന്റിലെ ഋഷികേഷ് യാദവ് അഭിപ്രായപ്പെടുന്നത്. ചരിത്രം ആവർത്തിച്ചാൽ മാർച്ച് മാസം പൊതുവെ വിപണിയിൽ ഒരു ബുള്ളിഷ് സെന്റിമെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. 21,800 നിന്നും 1000 പോയിന്റ്സിലധികം തിരിച്ചുവരവ് നടത്തിയ നിഫ്റ്റി നിക്ഷേപകർക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുകയാണ്. ഹൈ ലെവൽസിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിനെ മറികടന്നാൽ വീണ്ടും ഒരു കുതിപ്പ് വിപണി നൽകിയേക്കാം. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെയായിട്ട് തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.